നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ചേച്ചി സ്ഥിരമായിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇടും. അത് ബാഡ് കമന്റ് ആണ് ഇടുന്നത്. നിങ്ങൾ എന്തിനാ മുഖം കാണിച്ച് കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ ചീത്തകളൊക്കെ പറയുന്നത് കേൾക്കാം. മറ്റുള്ളവരുടെ വീഡിയോ കണ്ടുപിടിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. അപ്പൊ ഞാൻ എന്റേതായ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മുഖം കാണിച്ചേ ചെയ്യുന്നത്. എന്നെ പോലെ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ മുഖം കാണിച്ച് ചെയ്യാറുള്ളവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ മറ്റുള്ളവരുടെ ഇത് നോക്കാറില്ല. കാരണം എനിക്ക് കംഫർട്ടായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷേങ്കിൽ ആ ചേച്ചിക്ക് എന്താ, ആ ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ എന്റെ മുഖത്തിന്റെ പ്രശ്നമാണോ, എന്റെ മുഖം കണ്ടുകഴിയുമ്പത്തേനും ആ ചേച്ചിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നേ. അത് ഇന്നെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ബാഡ് കമന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, നമ്മളെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് നിങ്ങളോടൊന്ന് പറയണം തോന്നി. കാരണം അങ്ങനെ മുഖം കാണാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, വീഡിയോ ഓൺ ആക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പം നമ്മുടെ സൗണ്ട് കേൾക്കാലോ. ഇനിയിപ്പോ ഫേസ് കണ്ടുകൊണ്ട് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അപ്പൊ അതൊന്ന് പറയണം തോന്നി കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് സുകന്യയും അനുമോളും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കുമാണ് അനു പറയണേ, അല്ല ദേവി ചേച്ചിയെ കുറിച്ചൊന്നും അറിയില്ലല്ലോ, ദേവി ചേച്ചിയുടെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സുകന്യ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, നീ ഒന്ന് വിളിച്ചു നോക്ക്, ഒരു പക്ഷേങ്കിൽ എങ്ങനെ എന്താന്ന് അറിയാലോ എന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷിയുടെ ഫോണിലേക്ക് അനു വിളിക്കുവാണ്. അനു വിളിച്ചിട്ട് ചോദിച്ചു, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ശ്രീദേവിച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, അത് അനുമോളൊരു പ്രശ്നമുണ്ട്. ശ്രീദേവിച്ചിയുടെ കുഞ്ഞ് അബോർഷനായി പോയെന്ന് പറഞ്ഞു. അബോർഷനായിരുന്നോ? അതെ, വയറിടിച്ചാണ് ശ്രീദേവിച്ചി വീണത്. അവൻ പിടിച്ച് തള്ളിയ സമയത്ത് അതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ഇവിടെ എല്ലാരും ഭയങ്കര സങ്കടത്തിലാ. ആന്തേണൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അനു അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം സുഖിനി വെച്ച്, എന്താ? അത് പിന്നെ ശ്രീദേവിച്ചിയുടെ കുഞ്ഞ് അബോർഷനായി പോയെന്ന്. അബോർഷൻ ആയെന്നോ? എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉദയഭാനു സാറിനോടും ശ്രീകലാന്റിയോടും ഒക്കെ എന്ത് പറയും? ഞാനും കൂടെ അവർക്ക് ഉറപ്പ് കൊടുത്ത ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴായിരുന്നു സുകന്യക്ക് ടെൻഷന്. ബിസിനസ്സിനും കാര്യങ്ങളിലൊക്കെ തന്നെ സഹായിക്കാന്ന് പറഞ്ഞ ഇനിയിപ്പം ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്നറിഞ്ഞ അവര് വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. അവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ? അപ്പോഴേക്കും അനുവിന് ഭയങ്കര ടെൻഷനായി. അനു വല്ലാത്തൊരു ബുദ്ധിമുട്ടോടുകൂടി പെട്ടെന്ന് എന്ത് ചെയ്തു, ചെന്ന് തന്റെ ബാഗ് എടുത്തു. അതിനകത്തേക്ക് കുറെ ഡ്രസ്സൊക്കെ വാരി വലിച്ച് വെക്കുവാണ്. ഇത് കണ്ടപ്പോ സുകന്യ ചോദിച്ചു, നീ ഇതെന്ത് കാണിക്കാൻ പോവാ? ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഞാൻ എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ സുകന്യ അവളെ ബലമായിട്ട് പിടിച്ച് അവിടെ ഇരുത്തുവാണ്. നീ പോയതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുവോ? ശ്രീദേവിയുടെ കുഞ്ഞ് അബോർഷനായി പോയി, അതിനിയിപ്പൊ തിരിച്ചു കിട്ടുവോ? ഒരിക്കലും ഇല്ല. വരുന്നൊക്കെ നമ്മൾ ഫേസ് ചെയ്താൽ മതിയാവുള്ളൂ. എന്നാലും ഞാൻ കാരണമല്ലേ സുകന്യേച്ചി? ഞാനല്ലേ ഈ പ്രശ്നത്തിനെല്ലാം കാരണം? ഞാൻ അലോകിനെ സ്നേഹിച്ചോണ്ടല്ലേ ഞാൻ അവനോട് പറഞ്ഞതാ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്, കാലെ കൈയെ പിടിച്ച് പറഞ്ഞ. സുകന്യേച്ചിക്കും അറിയാലോ, അവനോട് ഞാൻ പറയണം, അവനോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയണം, എനിക്ക് മാത്രം അവൻ പോകുള്ളെന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് ഇവിടെ നിന്ന. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും എല്ലാരും എന്നെ കുറ്റപ്പെടുത്തില്ലേന്ന് ചോദിച്ചു. സാരമില്ല, ഇപ്പൊ നീ സമാധാനമായിട്ടിരിക്കുക. നീയും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ബാലേട്ടനും ഗോമതി ചേച്ചിക്കോ സമാധാനം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അനുമോളെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ഗോമതിയും ബാലിനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുക. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി ഞാൻ ചെന്നിട്ട് വരാന്ന് പറഞ്ഞു. കാരണം ബാലിനൊക്കെ ആകെ തകർന്ന മട്ടിലാണ്. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതെ ശ്രീദേവിയോട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീദേവിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു പറഞ്ഞു. പിന്നെ സെഡേഷൻ കൊടുത്ത് മയക്കിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ബോധം വീണ് കഴിയുമ്പോഴത്തേനും വീണ്ടും എന്തായതെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. താങ്കൾ തണലുമായിട്ട് ശ്രീദേവിയുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഡോക്ടറെ ശ്രീദേവിച്ചിക്ക് മാത്രമല്ല ആൻ്റെണ്ണും അതേ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സാരമില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അല്ല ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവല്ലോ, സമാധാനമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീനാക്ഷി വല്ലാത്തൊരു അവസ്ഥയിലാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ബാലൻ ഗോമതിയെ സമാധാനിപ്പിച്ചു. ഗോമതി, നീയും കൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിലോ? ആരിതിനെ കണ്ടല്ലേ, അവന്റെ കോലം കണ്ടല്ലേ, അവൻ എത്രമാത്രം താഴ്ന്നിട്ടുണ്ട്. ഗോമതി പറഞ്ഞു, എന്നാലും ബാലേട്ട, നമ്മൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാൻ വേണ്ടി എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന, നമുക്കെല്ലാവർക്കും എത്ര സന്തോഷമായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിട്ടില്ലേ, തീർന്നില്ലേ? ആ ദുഷ്ടന് അവൻ ആ വീട്ടിൽ കയറി വന്നോടുകൂടി എല്ലാം തകർന്നു പോയില്ലേ.
സ്വാമി പോയിട്ട് പറഞ്ഞ് എത്ര കൃത്യമായിരിക്കുന്നു, കുടുംബത്തിലൊരു ദുരന്തം സംഭവിക്കുന്ന, ഇതിനേക്കാളും ഭേദം ഞാനും കൂടെ മരിച്ചാൽ മതിയായിരുന്നു. ആനന്ദിന്റെയൊക്കെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇത് ശ്രീദേവി മോൾ അറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് എത്ര വിഷമമാവെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ചില സമയത്ത് ഇങ്ങനെയാ ഗോമതി, ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചാൽ മതിയാവുള്ളൂ. ആനന്ദിനെ ശ്രീദേവിയൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വരണം. അല്ല ബാലേട്ടാ, ഇത് ദേവമോളുടെ വീട്ടിൽ അറിയിക്കണ്ടേ? ഉദയഭാൻ സാറിനെ ശ്രീകലയെ അറിയിക്കണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ അറിയിച്ചിട്ടുണ്ട്, അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? കാരണം നമ്മൾ പൊന്നു പോലെ നോക്കുമെന്നും പറഞ്ഞ് ഇവിടെ നിർത്തിയതല്ലേ. ഒരു പക്ഷേങ്കിൽ ഇതൊന്നും ഉദയഭാൻ സാറിനൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അതെ, ശ്രീദേവേച്ചിക്ക് ബോധം വീണെന്ന് പറഞ്ഞു. അപ്പൊ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോധം വീണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ബാലേട്ടാ, ഞാനിന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി ഗോമതിയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് ശ്രീദേവി ഇങ്ങനെ കണ്ണൂർന്ന് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ ഗോമതി അങ്ങോട്ട് ചെന്നിട്ട് മോളെന്ന് പറഞ്ഞ് ശ്രീദേവിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ശ്രീദേവി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഗോമതിയെ നോക്കി എൻ്റെ മോളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയണം. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മ ഇത് എന്താ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു. ആശ്വാസം പകരാൻ ചെന്ന ആളാ. അപ്പം പിന്നെ ശ്രീദേവിനെ ഒന്നും കൂടെ വിഷമിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാ ശരിയാന്നേ. മീനാക്ഷിയോട് അമ്മയും സങ്കടപ്പെടാതിരിക്കുക. പിന്നീട് ശ്രീദേവിയുടെ എന്നിട്ട് പറഞ്ഞു, ദേവി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ദേവി ഇത് വിധിച്ചിട്ടില്ലെന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെങ്കില് ദേവി വാവിട്ട് നിലവിളിക്കുകയാണ്, ഇല്ല എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയണേ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. മീനാക്ഷിക്ക് എന്ത് പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ശ്രീദേവിയുടെ സമനില തെറ്റിയിരിക്കുമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് ആനന്ദേട്ടൻ വല്ലാത്തൊരു വൈതരണിയിലാണ്. ശരിയായിരുന്നു, ആനന്ദിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആനന്ദ് സ്വബോധമില്ലാത്തവനെ പോലെ ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബാലിനൊക്കെയാണ് നിയന്ത്രിക്കാൻ തന്നെ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. കാരണം ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞെന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. ശ്രീദേവി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ കാരണം ആ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശ്രീദേവി വീട്ടിലേക്ക് പോലും വരത്തില്ലായിരുന്നു. പിന്നീട് മീനാക്ഷി ആകാശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലേക്ക് വരണം എന്നൊക്കെ പറയണം. അങ്ങനെ ആകാശ് ധർമ്മനെ ആരിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ വരണ സമയത്താണ് ശ്രീദേവിയുടെ കുഞ്ഞു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പം അവർക്കും ഭയങ്കര വിഷമായി. അവരും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അത്. പിന്നീട് ആനന്ദിനെ കെട്ടിപ്പിടിച്ച ധർമ്മനൊക്കെയാണ് കരയുന്നുണ്ട്. സാരമില്ലടാ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ശരിക്കും ഇതൊന്നും അല്ല, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ഡോക്ടർമാരെന്തൊക്കെയോ ചെയ്തതാ. ഒന്ന് വീണെന്ന് കരുതിയിട്ട് ശ്രീദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവോ? ഒരിക്കലും ഇല്ല, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ഇത് മനഃപൂർവ്വം അവരെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാ. ആര്യം പറഞ്ഞു, ഒന്ന് സമാധാനമായിട്ടിരിക്കുക ആനന്ദേട്ടാ, അങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇല്ലടാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനെ അവിടുത്തെ അറ്റൻഡവരെല്ലാം കൂടെ പിടിച്ചോണ്ട് പോവാണ്. കാരണം ഇനിയിപ്പോൾ സെഡേഷൻ എന്തെങ്കിലും കൊടുത്ത് ആനന്ദിനെയും കിടത്തണം. ആനന്ദ് അത്രമാത്രം വയലന്റ് ആണ്. എന്തൊക്കെയോ വിച്ചുമ്പയും വിളിച്ചു പറയണം. ഒടുവിൽ ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് ആകാശ് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ ബാത്റൂമിൽ തെന്നി വീണാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഹോസ്പിറ്റലിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ആരിനെന്തോ ഒരു വല്ലാത്ത സംശയം തോന്നി. അച്ഛൻ്റെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്കും ആരും ചോദിച്ചു, അച്ഛാ വേറെ വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വേറൊരു പ്രശ്നമില്ലടാ, പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല, എല്ലാവരും പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്നല്ലേന്ന് ചോദിച്ചു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.